സമൂഹത്തിന്റെ പല തലങ്ങളിൽ ഉന്നതിയിലേക്ക് ഉയർത്തിയ കുടുംബശ്രീയുടെ പ്രവർത്തകർ അവരുടെ ഫൗണ്ടേഷൻ ഡേ ഇന്ന് ആഘോഷിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, എത്രത്തോളമായി ആഘോഷം? ഞാനിപ്പോ പറയുകയായിരുന്നു, നമുക്ക് അഭിമാനമാണ് അല്ലേ കുടുംബശ്രീ. ഇന്ന് ആ ചേച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ ദിവസമാണ്. എന്തായി ആഘോഷം? ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇന്ന് കുടുംബശ്രീയുടെ 26ാം വാർഷികമാണ്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും ആഘോഷങ്ങൾ നടന്നു വരികയാണ്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. എൻ്റെ പുറകിൽ നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ കാണാം. ഇവിടെ സർഗോത്സവം എന്ന പേരിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഒപ്പന കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഞങ്ങളല്ലേ പറയുന്നത്, കാണികളല്ലേ പറയുന്നത്. എത്ര കാലത്തിന് ശേഷം സ്റ്റേജൊക്കെ കയറുന്നത്? നമ്മളിപ്പോ 4-5 ഇതിൽ കയറിക്കില്ലേ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നത്. കുടുംബശ്രീക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 4 സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കളിച്ചിട്ടുണ്ടോ? സ്കൂളിൽ കളിച്ചിട്ടുണ്ട്, തിരുവാതിര കളിച്ചിട്ടുണ്ട്, ഒപ്പന കളിച്ചിട്ടുണ്ട്, ഉറുദുപദ്യം ചൊല്ലിയിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ഒരു ഉറുദുപദ്യം ചൊല്ലാൻ പറ്റുമോ? शाहिर इस्माइल मेरिटी की नज़म उदा की तहरीफ लिए हुए चंद बंद मैं पेश करती हूँ. तहरीफ इस उदा की जिसने जहां बनाया, कैसी ज़मी बनाई, क्या आसमां बनाया, कैसी ज़मी बबोती आई प्यारी प्यारी चढ़िया, व्यक्ति है जो वजक्ति कुदरत ने तेरी हमको. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് അർത്ഥം അറിയത്തില്ല കേട്ടോ. അതായത് നല്ല പാട്ടായിരുന്നു. വേറെ മണവാട്ടി എവിടെ? നിങ്ങളുടെ മണവാട്ടി പോയോ? ആ മണവാട്ടി ഇങ്ങോട്ട് വന്നേ, കയറി വന്നേ. പേരെങ്ങനെയാ? പേര് ഹമീദ. ഹമീദ. ആദ്യമായിട്ടാണ് മണവാട്ടി ആന്നേ? ആദ്യമായിട്ടാണ്. പേടിയുണ്ടായിരുന്നോ? ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ കയറിയിട്ടുണ്ടോ സ്റ്റേജിൽ? വാസ്തവത്തിലായില്ലേ, പിന്നെ ഇതിപ്പോ ഇല്ല. വേറെ ആരാ പാട്ട് പാടുന്ന? വേറെ ആരാ ഉള്ളേ? ചേച്ചിങ് വാ. ആരാ പാടുന്നേ? വാ, കയറി വാ, പാടാ വാ. ഒരു പാട്ട് പാടിക്കും. 2 പരിപാടി. മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ടേ, അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ടേ. 2 വരി. അടുത്ത വരി ചേച്ചി പാടും. പടവാള് മിഴിയുള്ളോള് പഞ്ചാരാമൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി പെണ്ണ് സൈനബാബീവി. ചെഞ്ചോര ചുണ്ടിണയുണ്ട്, നല്ല മുഞ്ചുള്ള താമരച്ചുണ്ട്. ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ. കസവണിഞ്ഞ പൊൻകിനാക്കട്പുക്കളായി വിരിഞ്ഞു, കാറകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. പടവാള് മിഴിയുള്ളോള് പഞ്ചാരാമൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി പെണ്ണ് സൈനബാബീവി. അടിപൊളി. അമ്മമാരുടെ പരിപാടി കാണാൻ വന്നാണോ? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. തകർത്ത് അമ്മമാരെ തകർത്തുന്ന്. അങ്ങനെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. പരിപാടി കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. ജഡ്ജാണോ? എങ്ങനെ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഞാൻ. എന്തൊക്കെ പരിപാടികളാണ് നടത്തിയത്? നടന്നത് പിന്നെ ഒപ്പന, തിരുവാതിര. ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവാതിര നടന്നു കഴിഞ്ഞു. സംഘനൃത്തം, നാടോടി നൃത്തം തുടങ്ങിയ പരിപാടികളൊക്കെ കഴിഞ്ഞു. പ്രച്ഛന്നവേഷം ഉണ്ടായിരുന്നു, മോണോ ആക്ട്, സ്കിറ്റ് തുടങ്ങിയ എല്ലാ പരിപാടികളും പല വാർഡുകളിൽ നിന്നായിട്ട് അയൽക്കൂട്ട അംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ വാർഷികം കൂടിയാണല്ലോ ഇന്ന്. പലതരത്തിലുള്ള നമ്മളിപ്പം ചെറിയ സ്വയം പര്യാപ്തിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു കലാപരമായിട്ട് ഈ ചേച്ചിമാരുടെ ഒക്കെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നൊരു അവസരം കൂടിയല്ലേ. ഇനി എല്ലാ വർഷവും ഇങ്ങനെ നടത്തുന്നു. കാരണം എന്നിടം എന്ന് പറഞ്ഞ പദ്ധതി കൂടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? എന്നിടം പദ്ധതി കുടുംബശ്രീക്ക് വെച്ച് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. കാരണം വാർഡുകളിൽ കുടുംബശ്രീക്കായി പ്രത്യേക ഓഫീസ് തുറന്ന് അവിടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വന്ന് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് എന്നിടം തുടങ്ങുന്നത്. എല്ലാ വാർഡുകളിലും ADS ഓഫീസുകൾ തുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി വേറെ ആരാ പാട്ട് പാടുന്നത്? പാട്ട് പാടുവോ? ഗ്രൂപ്പ് ഡാൻസ് ഫസ്റ്റ്. എത്ര പേരുണ്ടായിരുന്നു? 7 പേര്.
നമുക്കിപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റില്ല, പാട്ട് വെക്കാൻ ഇല്ല ഇല്ല പറ്റില്ല. പറ്റില്ല. ഐറ്റംസ് വേറെ ഗ്രൂപ്പിൽ മാത്രമേ ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസ് മാത്രമേ. പാട്ട് പാടും. ഒരു പാട്ട് പാടും. ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർമുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ, സുന്ദരമാരൻ പുതുമണിമാരൻ അഴകിന്റെ അഴകായ മാരൻ. ഓ അടിപൊളിയായിരുന്നു. ഏതായാലും ഈ സ്കൂൾ കലോത്സവത്തിനൊക്കെ പോയൊരു പ്രതീതിയാണ്. സ്റ്റേജിൽ അങ്ങകലെ ഒപ്പനയൊക്കെ നടക്കുന്നുണ്ട്. വാശിയേറെ മത്സരമാണ്. ജഡ്ജസ് ഒക്കെ തന്നെയുണ്ട്. വാശിയേറെ ഒപ്പന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിട്ടാണ് അവതരിപ്പിച്ചത്? ഞങ്ങള് നാടൻപാട്ടിന് ഫസ്റ്റാണ്. നാടൻപാട്ടെന്ന് പാടിക്കട്ടെ. ഫസ്റ്റ് പാട്ട് പാടിക്കോ. എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. പട്ടു ഞൊറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ. എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോകാന്നു പറഞ്ഞതല്ലേ, ഇന്നു വെളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോകാന്നു പറഞ്ഞതല്ലേ. എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. ഈ നാടൻ പാട്ടൊക്കെ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ സ്കൂൾ പഠനത്തിന് ശേഷം? കാരുണ്യ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ. ഗ്രൂപ്പൊക്കെ രണ്ടാളും ഗ്രൂപ്പ് അഡ്മിനാണ്. പാട്ട് പാടുന്നതാണ്. സ്റ്റേജ് പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, പ്രവർത്തനം 55 പേരുണ്ട്. 55 പേര്. എല്ലാവരും നാടൻ പാട്ടുകാരാണോ? ആ നാടൻ പാട്ട് എല്ലാ പാട്ടും പാടും. എവിടെ സ്ഥലം എവിടെയാ? നമ്മൾ പാലായി പല സ്ഥലങ്ങളുണ്ട്. പാലഴി, പിന്നെ ഞങ്ങൾ ചീഫ് പന്തിരങ്കാവ് അഡ്മിമാര് ഒക്കെ ഉണ്ട്. സുരേഷ്. ചേച്ചിക്ക് എന്താ ചേച്ചി പറയാനുള്ളത്? ഇല്ല, ഞങ്ങളിപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ ഇനിയിപ്പോൾ ദുബായിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ദുബായ്. ഇത് പൊളിച്ച് എന്നാ പോന്നേ? ഞങ്ങൾ ഒക്ടോബറിൽ പോകുന്നു. എത്ര ദിവസത്തെ പരിപാടിയാ? 5 ദിവസമായി. ആ, എത്ര പേര് പോകുന്നുണ്ട്? ഇപ്പൊ 10 ആളുള്ളത്. ആദ്യമായിട്ടാണ് വിദേശത്തേക്ക്? എന്താ? ആ, ആദ്യമായിട്ട് പോകുന്നതാണ്. 10 പേര് ആദ്യമായിട്ടാണ് വിമാനത്തെ കയറുന്നത്? അല്ല, മുന്നേ പോയിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. ആ, കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലെ മാത്രം പരിപാടിയല്ല, ടൂറും പരിപാടിയൊക്കെ ഉണ്ട്. ഉണ്ട്. എല്ലാ സ്ഥലത്തും പോകലുണ്ട്. അടിച്ചു പൊളിക്കുക. ഞങ്ങളിതിലെ 22ാം വാർഡ്, ഞങ്ങളെ വാർഡിൽ ഞങ്ങൾ ആദ്യമായിട്ട് ദുബായിലേക്ക്, കോഴിക്കോട് സിറ്റി തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് 5 പേരാണ് പോകുന്നത്. അല്ല 10 പേരാണ് പോകുന്നത്. 5 ദിവസത്തേക്കാണ്. ദുബായി കറങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞങ്ങൾ കൊടൈക്കനാൽ, ഇവിടെയൊക്കെ കാശ്മീരിൽ, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്. ടൂർ പോകാറുണ്ട്? ടൂർ പോകാറുണ്ട്. പ്രധാനപ്പെട്ട പരിപാടി എന്താ കുടുംബശ്രീ നിങ്ങളുടെ യൂണിറ്റിന്റെ? പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഡാൻസ്, ഇതൊക്കെ തന്നെ എല്ലാ പരിപാടികളും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് സേവനം തന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ കുടുംബശ്രീയിൽ നമ്മൾ ത്രിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോണായിട്ട് കൊടുക്കും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും രോഗികൾക്കുള്ള സഹായം ചെയ്യുന്നുണ്ട്. നല്ല പൊതുപ്രവർത്തനങ്ങളും കൂടുതലും ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി കുടുംബശ്രീ അംഗമായിട്ട്? ഞാൻ 14 വർഷമായി. ആ, കുടുംബശ്രീ വന്ന ശേഷം ഉണ്ടായ വ്യക്തിപരമായിട്ടുള്ള മാറ്റം എന്താ? വ്യക്തിപരമായിട്ട് സമൂഹത്തിൽ ശരിക്കും സംസാരിക്കാൻ വീട്ടിലുള്ളിലേക്ക് ഒതുങ്ങി കൂടുന്നതായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങി നന്നായി സംസാരിക്കും. എന്ത് കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് കുടുംബശ്രീയുടെ വിജയം. അതായത് സ്ത്രീകൾക്ക് പുറത്തേക്ക്, വീടിൻ്റെ അകം വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നമ്മോടൊക്കെ തന്നെ സംസാരിച്ച പോലെ പാട്ട് പാടാൻ കഴിയുന്നു. വിദേശത്തേക്ക് വന്നു കുറേ ചേച്ചിമാർ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകുന്നു പറയുന്നു. അങ്ങനെ ടൂർ അടിക്കാൻ പറ്റുന്നു, പാട്ട് പാടാൻ പറ്റുന്നു, ഡാൻസ് കളിക്കാൻ പറ്റുന്നു, അവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നു, അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നു. അതാണ് ഇവരുടെ സന്തോഷം. 26 വർഷമായിരിക്കുന്നു കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട്. അതെ സിനോജി, അതെ, ഉഷാറായി. അതായത് ഇതിനേക്കാൾ സൂപ്പർ പിന്നെ എന്താണ്? നമ്മൾ ഇന്ന് അവരുടെ ദിവസമാണ്. അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മൾ കണ്ടത്. എല്ലാവരും നല്ല കഴിവുള്ള ആളുകൾ.